പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് കേരള കർഷക ഫെഡറേഷൻ നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന പേരിൽ ആണ് പാർട്ടി രൂപീകരിച്ചത്. ഡ്രോൺ, സ്പ്രിംഗ്ലർ, റോക്കറ്റ് എന്നിവയിൽ ഒന്ന് ചിഹ്നമായി അനുവദിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നാഷണൽ ഫാർമേഴ്സ് പാർട്ടി മത്സരിക്കും. പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ആ പാർട്ടിയെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനിൽ ഞങ്ങൾ ആ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗികമായ പേര് നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്നാണ്. ഈ പാർട്ടിക്കകത്ത് കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, തമിഴ്നാട്, മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുള്ള ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നടന്നത് കേരള കർഷക ഫെഡറേഷൻ എന്നുള്ള ബൃഹത്തായ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ കെയർ ഓഫിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, മറ്റേതെങ്കിലും വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണോ ഇപ്പോഴിങ്ങനെയൊരു രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടാകുന്നത്? അഭിലാഷ്, അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനമൊന്നും അവർ പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് BJP-യുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് ആകെയുള്ള തുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾക്കെതിരെയാണ് ഏറ്റവും വലിയ വിമർശനമുള്ളത്. ഏത് മുന്നണിയുമായി ചേരണം എന്നുള്ള കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്ന് അവർ പറയുന്നു. തങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കുന്ന ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുകയാണ് അവർ ചെയ്യുന്നത്. എന്തായാലും ഒരു ദേശീയ പാർട്ടി എന്ന നിലയിലാണ് അവർ തങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ വിവിധ സഭാ അധ്യക്ഷന്മാരുടെയൊക്കെ ആശീർവാദം നേടിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷെ സഭ ഇത് ഔദ്യോഗികമായി തള്ളിയില്ലെങ്കിലും തങ്ങളുമായി ഇതിനൊരു ബന്ധവുമില്ല എന്ന നിലപാടാണ് സഭാ നേതൃത്വത്തിലെ പലരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഫലത്തിൽ ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തത്. എന്തായാലും പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രത്യേകിച്ച് കോട്ടയം കേന്ദ്രീകരിച്ചുള്ള പഴയ നേതാക്കളാണ്. ഏതാണ്ട് കേരള കോൺഗ്രസിന്റെ 80-കളിലൊക്കെ ചെയർമാനായിരുന്ന ആളുകളൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെ ശ്രീജിത്ത്, സാധാരണ നിലയിൽ ഇത്തരം പാർട്ടികൾക്ക് എത്രത്തോളം വളർച്ചയുണ്ടാകും കേരളത്തിലെന്ന് സംശയമുണ്ട്. പലപ്പോഴും ഇപ്പോൾ PC തോമസിന്റെ ഒക്കെ നേതൃത്വത്തിൽ പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് അത് പല പാർട്ടിയുമായി ലയിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇതിപ്പോൾ വ്യത്യസ്തമാകുന്നത് ക്രിസ്ത്യൻ ബെൽറ്റിൽ ക്രിസ്ത്യൻ സ്വാധീനമുള്ള മേഖലകളിൽ നിന്നുള്ള നേതാക്കളുടെ ഒരു കൂട്ടായ്മ ഇതിനകത്തുണ്ട്. അപ്പോൾ BJP നേരിട്ട് എത്താതെ BJP-യെ പിന്തുണയ്ക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി ഇത് മാറിയേക്കുമെന്നതായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്ന നിരീക്ഷണങ്ങൾ. ഏതാണ്ട് അത് ശരിവെക്കുന്ന തരത്തിലേക്ക് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പോകും എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു വളർച്ചയിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം അഭിലാഷ്. പ്രത്യേകിച്ച് ഈ നേതാക്കളൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് കൊച്ചിയിൽ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിലൊരു ഇതിലെ പല നേതാക്കളും ഉൾപ്പെട്ട ഒരു പാർട്ടി പ്രഖ്യാപനമാണ് അന്ന് നടന്നത്. 2 വർഷം മുൻപ് ഏപ്രിലായിരുന്നു അത്. പക്ഷെ അത് ഒരു തരത്തിലും മുന്നോട്ട് പോയില്ല. ഇപ്പോഴത്തെ പാർട്ടിക്ക് പിന്നിൽ കേരളത്തിലെ തന്നെ പ്രമുഖരായ പല പ്ലാനർമാരുൾപ്പെടെയുള്ളവർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ചെറുപ്പക്കാരാരുമില്ല. പ്രത്യേകിച്ച് 85 വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവരാണ് ഈ മുതിർന്ന നേതാക്കളായ 2 പേരും. അപ്പോ അത് അങ്ങനെയുള്ളവർ നയിച്ചാൽ എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. തങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുന്നതേ ഉള്ളൂ, ബാക്കി എല്ലാവരും പിന്നിലുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, സഭകളുടെ പിന്തുണയുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാവരുടെയും ആശീർവാദമുണ്ട് എന്ന് പറയുമ്പോഴും ഇന്നലെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിട്ടുനിന്നത് ഇതിൽ വളരെ ശ്രദ്ധേയമാണ്. അത് അദ്ദേഹം ബോധപൂർവം തന്നെ വിട്ടുനിന്നു എന്ന് തന്നെയാണ് നേതാക്കൾ വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തത്. മുൻ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനായിരുന്ന അദ്ദേഹവും മാത്യു അറക്കൽ പിതാവും വിട്ടു നിന്നു. അദ്ദേഹത്തിന് ചില വ്യക്തിപരമായ മറ്റ് അസൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എത്താതിരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു തുടക്കത്തിൽ പലതരത്തിലുള്ള കല്ലുകടികളും ഉണ്ടായി എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ജി ശ്രീജിത്ത് നൽകിയത്.